നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു സുപ്രധാനമായ നീക്കമാണ് സൗദി അറേബ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേ പ്രവാസികൾക്കും ഇത് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാകുന്നു. വിദേശികൾക്ക് കൂടി പൗരത്വം നൽകുന്നതിനുള്ള വകുപ്പുകൾ എഴുതി ചേർത്ത് സൗദി പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള രാജകീയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നിയമത്തിലെ 8-ാം നമ്പർ ആർട്ടിക്കിളിൽ വരുത്തിയ ഭേദഗതിയാണ് ഇത് പ്രധാനം. നേരത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അധികാരം ആഭ്യന്തരമന്ത്രിക്കായിരുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൗരത്വ വിഷയങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് നൽകിക്കൊണ്ടുള്ളതാണ് പുതിയ നിയമ ഭേദഗതി എന്നത്. വ്യവസ്ഥകൾക്ക് വിധേയമായ നിലവിൽ വിദേശികളായി പരിഗണിക്കപ്പെടുന്നവർക്ക് പൗരത്വം നൽകാൻ പുതിയ നിയമ ഭേദഗതി അനുവാദം നൽകുന്നുമുണ്ട്. വിദേശിയായ പിതാവിനും സൗദി മാതാവിനും സൗദി അറേബ്യക്കകത്ത് വെച്ച് ജനിച്ച മക്കൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശ പ്രകാരം സൗദി പൗരത്വം നൽകാൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും. 18 വയസ്സ് തികയുമ്പോഴാണ് ഇവർക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാനാവുക. അപേക്ഷാ സമയത്ത് സൗദിയിൽ ഇഖാമ ഉള്ള വ്യക്തിയായിരിക്കണം എന്നതും പ്രധാനമാണ്. തുടർച്ചയായി 10 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ സൗദിയിലുള്ള ആളായിരിക്കണം. നല്ല മനസ്സിനുടമയും നല്ല പെരുമാറ്റം ഉള്ളവനുമായിരിക്കണം. ഒരു കുറ്റകൃത്യത്തിന് 6 മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചാൽ ആയിരിക്കരുതെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. രാജ്യത്തിനാവശ്യമായ തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കണം. അറബി ഭാഷ സംസാരിക്കാനും വായിക്കാനും എഴുതാനും നന്നായി അറിയുകയും വേണമെന്നും വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സുപ്രധാന നീക്കം കൂടി സൗദി അറേബ്യ നടത്തിയിരുന്നു. കുവൈറ്റിലെ സ്കൂളുകളിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായി ജോലി ചെയ്യുന്ന 200-ലധികം പ്രവാസികളെ അധ്യാപകരായി തരം താഴ്ത്തും. 2-ാം സെമസ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഇവരെ അധ്യാപകരായി തരം താഴ്ത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2-ാം സെമസ്റ്ററിന്റെ തുടക്കത്തിലും അർദ്ധവർഷാവധിക്ക് ശേഷവും സൂപ്പർവൈസറി തസ്തികകളിൽ ജോലി ചെയ്യുന്ന 200-ലേറെ പ്രവാസി അധ്യാപകരെ വിദ്യാഭ്യാസ മന്ത്രാലയം തത്സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റ് സൂപ്പർവൈസറി തസ്തികകളിലേക്ക് സ്വദേശികളെ നിയമിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം. പ്രവാസികൾ കൈകാര്യം ചെയ്തിരുന്ന ഈ ജോലികൾ സ്ഥാനക്കയറ്റത്തിനായി ഊഴം കാത്തിരിക്കുന്ന കുവൈറ്റ് പൗരന്മാർക്ക് നൽകുമെന്ന് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രവാസികൾ അധ്യാപകർ എന്ന നിലയിൽ അവരുടെ മുൻ ജോലികളിലേക്ക് മടങ്ങുമെന്നും വൃത്തങ്ങൾ വിശദീകരിച്ചു. ഇതിനനുസൃതമായി തന്നെ അവരുടെ ശമ്പളത്തിനും കുറവുണ്ടാകുമെന്നാണ് സൂചന. വർഷങ്ങൾക്ക് മുമ്പ് പ്രൊമോഷൻ ഇന്റർവ്യൂ വിജയകരമായി വിജയിച്ച നിരവധി കുവൈറ്റ് അധ്യാപകരുണ്ടെന്നും അവർക്ക് അവസരം നൽകാൻ മന്ത്രാലയത്തിന് ബാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. അതേസമയം സ്വദേശികളുടെ തൊഴിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുവൈറ്റ് നടപ്പിലാക്കുന്ന സ്വദേശിവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഈ നടപടി പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ വിവിധ മേഖലകളിൽ ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനും വിദേശ ജീവനക്കാരെ പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും അധികൃതർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇതുമൂലം ഘട്ടം ഘട്ടമായി തന്നെ ഓരോ തൊഴിൽ മേഖലകളും പരിഷ്കരിച്ചു വരികയാണ്. സ്വദേശിവൽക്കരണം ഊർജിതമാക്കിയതിന്റെ ലക്ഷണങ്ങളാണ് ഇതിലൂടെ കാണുവാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ മന്ത്രാലയങ്ങൾ കുവൈറ്റൈസേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. നിലവിൽ ആരോഗ്യ മന്ത്രാലയം പോലുള്ള സ്വദേശി ജീവനക്കാരെ ആവശ്യത്തിന് ലഭ്യമല്ലാത്ത മേഖലകളിലും ക്ലീനിംഗ് പോലുള്ള ശമ്പളം തീരെ കുറഞ്ഞ ജോലികളിലും പ്രവാസികളെ നിലനിർത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.